മനസ്സിലായിണ്ടാവല്ലേ ഞങ്ങൾ എങ്ങോട്ടാ പോകാൻ റെഡിയായി നിൽക്കുന്നതെന്ന്. അപ്പോൾ അതേ ഞാനും ഉണ്ണിയും മമ്മിയും കൂടെ കൂടിയിട്ട് പീച്ചിലാൻ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ പറമ്പാണ് കേട്ടോ ഈ കാണുന്നത്. അതിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി താഴോട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് കണ്ണാറ വരെ പോയിട്ട് അവിടെ നിന്ന് ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ബസ്സിൽ പോകാൻ കുറച്ച് ദൂരമുള്ളൂ, അത് തന്നെ പെട്ടെന്ന് എത്തും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഫുൾ ഫോറസ്റ്റ് ആണ് കേട്ടോ. ഈ കാട് ഫുള്ള് ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അതായത് KFRAയുടെ ഏരിയ ആണ് കേട്ടോ ഇത് ഫുള്ള്. അതായത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള ഏരിയ ഫോറസ്റ്റാണ് ഇതൊക്കെ. അപ്പോൾ അത് ഇവിടെ ഫുള്ള് ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുറച്ചധികം ദൂരം ചെന്ന് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ പീച്ചിയുടെ ഗേറ്റ്, മെയിൻ ഗേറ്റ് ഇതാണ് കേട്ടോ. ഗേറ്റ് ഇല്ലെങ്കിലും 2 തൂണിലുള്ള ഒരു ഗേറ്റ് പോലെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഗേറ്റ്. ഇത് പീച്ചി സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇവിടെ അല്ല കേട്ടോ പഠിച്ചത്. അപ്പോൾ പീച്ചി സ്കൂളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഒരു 5 മിനിറ്റ് എത്തിയപ്പോഴേക്കും ഞങ്ങളിതേ പീച്ചി ഡാമിൻ്റെ അവിടെ ബസ് വന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് പീച്ചി ഡാമിൻ്റെ ചെറിയ ഗേറ്റ്, അതായത് പീച്ചി ഡാമിലേക്ക് അടക്കാനുള്ള ഗേറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇവിടേക്ക് വരാനുള്ള ദൂരം. പെട്ടെന്ന് എത്തും കേട്ടോ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയി കേട്ടോ. അപ്പോൾ അതായത് അഡൾട്ട്സിന് 20 രൂപയാണ് കേട്ടോ ചാർജ്. കുട്ടികൾക്ക് 5 വയസ്സ് തൊട്ടിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇവൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാരണം സുഖമായിട്ട് ഞങ്ങൾ കയറി പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് ഞങ്ങളത് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ കണ്ട നല്ല ഭംഗിയിൽ അവർ ആ ചെടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. എന്ത് രസമാണെന്നറിയോ, പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പീച്ചി ഡാമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഷട്ടർ തുറന്നു കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഷട്ടർ തുറക്കണേന് തൊട്ട് മുന്നേ കേട്ടോ ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഷട്ടർ തുറന്നു കഴിഞ്ഞപ്പോൾ വരാൻ എനിക്ക് പറ്റിയില്ല, കാരണം അത് കഴിഞ്ഞ് ഇപ്പം നല്ല മഴയായിരുന്നു. ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു, അതിന് തൊട്ട് മുമ്പാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് വേനൽക്കാലത്ത് കാണണമായിരുന്നു കേട്ടോ. നമുക്ക് സങ്കടം വരും ഗൈസ്. അത്രയും വെള്ളം ഇതുപോലെ വറ്റി വരണ്ടാണ് ഇപ്പുറത്തെ സൈഡും കിടന്നത് കേട്ടോ. ഇത് താഴെ പാർക്കാണ്. അപ്പോൾ അതുപോലെ വറ്റി വരണ്ട് കിടന്നതാണ് ഇത് ഇപ്പുറത്തെ സൈഡ്. നമുക്ക് കണ്ടാൽ സങ്കടം വരും, അതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം കണ്ടോ നിറച്ച് വെള്ളമായി. എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. അപ്പോൾ ഇതൊക്കെ ഷട്ടറുകളാണ് കേട്ടോ. 4 ഷട്ടറുകളുണ്ട്. 4 ഷട്ടറും തുറന്നാലാണ് ആ പാലം മുട്ടണ വരെ വെള്ളം വരും. അത്രയ്ക്ക് 2018 ഫ്ലഡിൻ്റെ സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നു. 58 ഇഞ്ച് സംതിങ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര സൂപ്പറായിരുന്നു കാണാൻ ഈ ഷട്ടർ തുറന്നിട്ടിട്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഇത് തുറന്നാലാണ് ഞങ്ങളുടെ ഫ്രണ്ടിലൊക്കെ വെള്ളം വരിക കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ തോട്ടിലൊക്കെ വെള്ളം വരിക. അപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കുക. അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ പണിയിൽ. അപ്പോൾ മിനിമം വാട്ടർ ലെവൽ കാണുന്നുണ്ട് കേട്ടോ. മിനിമം ആണോ മാക്സിമം ആണോ എന്തോ ഒരു വാട്ടർ ലെവൽ അപ്പോൾ അവിടെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കിടന്നു. ഒരു ചെറിയ പാർക്ക് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കളിക്കാൻ മാത്രമുള്ളൊരു പാർക്കായി അത്. കാരണം ഊഞ്ഞാലൊക്കെ മരത്തുമ്മ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയവർക്കും ആളാലോ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ആദ്യം പോയി ചെയ്തത് ഐസ്ക്രീം മേടിച്ച് തിന്നാന്നുള്ള. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണെങ്കിലോ ഐസ്ക്രീമേ ഇല്ല. അപ്പോൾ കിട്ടിയതായി എന്ന് വെച്ചിട്ട് മേടിച്ചിട്ട് വന്ന ഒരു ചോക്ലേറ്റിൻ്റെ മാംഗോ അന്ന് പറഞ്ഞ ചക്കപ്പഴത്തിൻ്റെ അന്ന് പറഞ്ഞ് മമ്മി എന്നെ ചീത്ത പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മേടിച്ചിട്ട് പോയതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അത് കാരണം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലാടികൾക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ബാക്കിൽ സപ്പോർട്ട് ഇല്ലാത്തതാണ് കേട്ടോ ഊഞ്ഞാലാടാൻ. എന്നാലും ഇരുന്നു. പിന്നെ സ്ലൈഡറിൽ അവൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടിയുടെ പുറകെ പോയി ഇരിക്കാൻ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ തന്നെ കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ കയറ്റി ഇരുത്തിയിട്ട് കേട്ടോ സ്ലൈഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഞാനും മോളും കൂടെ ഒന്ന് ഊഞ്ഞാലാടാന്ന് വെച്ചിട്ട് അവിടെ പോയിരുന്നു ഊഞ്ഞാലാടിയിട്ട്. അപ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഫോൺ നോക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ മമ്മീനെ ആട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം നോക്കി ഇരുന്നിട്ട് മമ്മീനെ പിടിച്ചിരുത്തി ആട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറാൻ വെച്ചു. പവലിയനാട്ടോ ഇത്, ഒരു ഗോപുരം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ വ്യൂ നല്ല സൂപ്പറായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പവലിയൻ്റെ അടുത്തേക്ക് കയറി കേട്ടോ. ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ്. എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥ, ഇതിൻ്റെ ചുമര് പോലും കാണില്ലായിരുന്നു. അത്രയും ദയനീയമായ അവസ്ഥയായിരുന്നു. കാരണം ഇവിടെ ഫുൾ ലവേഴ്സിൻ്റെ പേരായിരുന്നു ഈ ചുമരുമ്പോൾ ഫുൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് എനിക്കൊന്ന് ഈ തൂണിൻ്റെ കല്ലൊന്നും ഇല്ലായിരുന്നു ഇവിടെ.
ഇപ്പോഴാണ് അവരതൊക്കെ ഇങ്ങനെ കല്ലാക്കിയത്. മുന്നേ ചുവരായിരുന്നു, ചുമരുമ്പോൾ ഫുള്ളിങ്ങനെ എഴുതി 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 എല്ലാ ലവേഴ്സിൻ്റെ പേരൊക്കെ എഴുതി ആകെ നാശമാക്കി വെച്ചൊക്കെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദേ മുകളിലേക്ക് പോവാണ്, അവളെ മമ്മീനെ ഇത് ചെയ്തിട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അവളെൻ്റെ കൂടെ മുകളിലേക്ക് കയറി വരാൻ എനിക്ക് പേടിയാട്ടോ അവളെ കൊണ്ട് മുകളിലേക്ക് പോകാൻ. ഭയങ്കര പൊക്കമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, കണ്ടോ ഇവിടം വരെ എത്തണം, ഇവിടം വരെ ഞാൻ അവളെ കൊണ്ട് പോകണ്ടേ. ഇതിൻ്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ടുപോകാണ്ട് മമ്മിയുടെ അടുത്ത് ഇരുത്തിട്ടോ. മമ്മിക്കും കാലിന് വയ്യ, ഇത്രയും സ്റ്റെപ്പ് കയറി എൻ്റെ പൊന്നോ. ശബരിമലയിൽ പോലും ഉണ്ടാവില്ല എത്ര സ്റ്റെപ്പ്, 19 സംതിങ് സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എണ്ണിയില്ല, മഴക്കാറ് വയ്ക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം മുകളിലേക്ക് കയറിപ്പോയി ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ടാ. അപ്പോൾ അതേ ഞാൻ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴക്കാറ് വെച്ചിട്ട് ഇപ്പോൾ പെയ്യുമായിരുന്നു. ഇത് നോക്ക് ഗൈസ്, എന്ത് രസമാണ് കാണുന്നതെന്ന് നോക്ക്. അപ്പോൾ അതേ നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്കങ്ങോട്ട് മനസ്സിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നും അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മഴയായ കാരണം ഞാൻ തന്നെയായിരുന്നു കേട്ടോ. ഒരു ഫാമിലി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അവർ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ മാത്രമായിരുന്നു അവിടെ. വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു അതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്ക്. എന്ത് ഭംഗിയാണെന്നറിയും, ഫുൾ ആകെ പച്ചപ്പ്, നിറയെ വെള്ളം, ആകെ എന്തോ പോലെയായിരുന്നു. നമുക്ക് മഴക്കാറാണ് ഇങ്ങനെ വന്ന് അടച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കാഴ്ചയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വീഡിയോ ഒക്കെ എടുക്കാം, ഒരു ബാക്കിലെ വ്യൂ ഒക്കെ കാണാതെ. അവിടെയൊക്കെ കാണുന്നത് റിസർവേഴ്സിൻ്റെ, അതായത് വെള്ളത്തിൻ്റെ ഇതൊക്കെ നോക്കുന്ന ആ ബിൽഡിങ്ങുകളൊക്കെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ഇരുണ്ടു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടോ. അപ്പോൾ അതേ നല്ല വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മഴ നല്ലതായിട്ട് ഇരുണ്ടിയപ്പോഴേക്കും മഴ പെയ്തു കായ്ച്ച. അപ്പോഴത്തേക്കും മറ്റേ ഫാമിലി താഴ്ത്തിറങ്ങിപ്പോയി. ഞാൻ എന്നാലും കുറച്ച് നേരം മഴയാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു. കണ്ടോ ഗൈസ്, അതിൻ്റെ ചുവര് ഏകദേശം അങ്ങനെയൊക്കെ ആക്കി. ഇത് ഫുള്ള് ഒരുമാതിരി എന്താ പറയുക, ലവേഴ്സിൻ്റെ കോർണറായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവിടേക്ക് വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതേ മഴ പെയ്ത് കഴിയുമ്പോൾ മമ്മി അവിടെ നിന്ന് പെണ്ണേ പെണ്ണേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വേഗം താഴോട്ട് ഇറങ്ങി വന്നു. ഞാൻ താഴോട്ട് ഇറങ്ങി വന്നതേ ഇവിടെ പാർക്കിലേക്ക് താഴെ ഇറങ്ങിയപ്പോഴേക്കും മഴയുടെ പാട്ടിന് പോയി. എങ്ങടാ പോയെന്ന് അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ അടിയിട്ട് പതുക്കെ അങ്ങ് പോയാൽ പോരെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മരത്തുമ്മ കെട്ടിയ ഊഞ്ഞാലിൽ ഞാൻ ആടിയിട്ട്. അപ്പോൾ അവളൊക്കെ എൻ്റെ കൂടെ ആടണം എന്ന് പറഞ്ഞ് ഞാൻ അവളെയും കയറ്റി ഇരുത്തി ആടിച്ചു. അപ്പം മമ്മീനെ ആട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ മമ്മിക്ക് ഇതിനകത്ത് ആടാൻ പറ്റുന്നില്ല, കാലെത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ എടുത്ത് വെച്ചിരുന്ന് മമ്മി ഒന്ന് ജസ്റ്റ് ഒന്ന് ആടിട്ടോ. അത് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒരുമാതിരി കൊടുങ്കാറ്റായിരുന്നു ഗൈസ്. അയ്യോ പേടിച്ചു പോയി. അതുപോലെ ഒരു കൊടുങ്കാറ്റ് ഓടി അവിടെ താഴത്തെ ആ കുടയുടെ അവിടേക്ക് ചെന്ന് കയറി നിന്നു കേട്ടോ. എൻ്റെ ദൈവമേ, പണി കിട്ടിയെന്ന് വിചാരിച്ചു കേട്ടോ. ഈ കാറ്റിൽ അവിടെ പല ഇതും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് വീണു, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളൊരു വലിയൊരു കുട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കീഴ് വന്നിരുന്നിട്ട് അവിടെ കുറച്ച് നേരം നിന്നു കേട്ടോ. മഴ മാറണ ലക്ഷണമൊന്നും കാണില്ല, കാറ്റും മാറണില്ല. അപ്പം ഇനി ഇവിടുന്ന് പോക്കും നടക്കില്ലല്ലോ വിചാരിച്ചത് ഞങ്ങൾ താഴേട്ട് ഒരു കുടയും പിടിച്ച് നടന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഒന്ന് കുറഞ്ഞു, എന്നാലും പെയ്യുന്നുണ്ട്. ഇതേ നമ്മുടെ വൈദ്യുതി ഉണ്ടാക്കുന്ന അവിടെ നിന്ന് കറങ്ങി വന്ന് ടർബോ കറങ്ങി വന്നിട്ട് ഉള്ള ബാക്കി വരുന്ന വെള്ളം ഒഴുകുന്ന കേട്ടോ ഇതിൽ കൂടെ. അപ്പോൾ അതേ ഞങ്ങളിത് താഴേട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള ലുക്ക് നോക്ക്, ഷട്ടറിൻ്റെ എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ അതേ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഈ കൈവരിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇതൊക്കെ ആകെ മാറ്റി. ഇവിടെ കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചു. ഇതാ ഈ റൗണ്ട് പോലത്തുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ഇത് കണ്ടോ, ഇത് അങ്ങ് അറ്റത്തൊരു ഗോപുരം പോലെ മണമ്പലം കേട്ടോ, ചെറുത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പരശുരാമ മഴ പറയുന്നത് ഇത് അവിടെ നിന്ന് ഒഴുകി തന്നെ വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ മമ്മീനെ മോളെ ഞാൻ അവിടെ സൈഡിലൊരു ഷെഡ് ഇതുപോലെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറ്റിയിരുത്തി. അപ്പോൾ അതേ ഞാൻ എന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. മഴയായ കാരണം കുഞ്ഞിനെ അധികം മഴ കൊള്ളിക്കണ്ടല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളിത് ഇവിടെയൊക്കെ വന്ന് ഇവിടെ കുറേ കുടകൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഈ വെള്ളം ഒഴുകി വരണേ. കണ്ടോ, ആ പരശുരാമൻ്റെ അവിടുത്തെ താഴെ നിന്ന് ഒഴുകി ഇങ്ങനെ വന്നിട്ട് അങ്ങ് അറ്റം വരെ പോയിട്ടോ, ഡാമിലേക്ക് ആ ഇതിനകത്തേക്ക് വരെ വന്ന് വീഴും. നല്ല രസമാണ്. മഴ പെയ്ത കാരണം ഒക്കെ നല്ലൊരു സെറ്റ്
സെറ്റപ്പായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവളെ പിടിച്ചാൽ കിട്ടുമോ, ഇവളെ ഇങ്ങനെ ഓടുക തന്നെ, കുട്ടിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യായിരുന്നു, അതുകൊണ്ട് അവളിങ്ങനെ ഓടുമായിരുന്നു. അപ്പോൾ അതേ ഒരു പൂവ് കണ്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതേ മഴയും കൂടെ പോയതിപ്പോൾ അതിനകത്ത് ഇങ്ങനെ തുള്ളികൾ വന്നിരിക്കുകയത്. അപ്പോൾ അതേ ഞങ്ങളതേ ഇങ്ങോട്ടേക്ക് കടന്നു കേട്ടോ. അപ്പോൾ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിൽ കുറേ ദൂരം നടന്നു വന്നു കേട്ടോ, കുറച്ചധികം നടക്കാനിട്ടെ. എൻ്റെ അമ്മോ നമ്മുടെ ഊപ്പാടളങ്ങും. അപ്പോൾ അതേ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പുറത്തേക്ക് ചാടും കേട്ടോ. ഫുൾ ഷട്ടറും തുറന്നു കഴിഞ്ഞാൽ നല്ല ഫോഴ്സിലാണെങ്കിൽ ഇതേ ആ പാലം മുട്ടക്ക് വെള്ളം വരും. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ഷട്ടർ തുറന്ന് നല്ല സൂപ്പർ വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് ആ പാലത്തിന് മുകളിൽ കൂടെ വെള്ളം ഒഴുകിട്ടോ ഇപ്രാവശ്യം ഷട്ടർ തുറന്നപ്പോൾ. അപ്പോൾ അതേ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് അതേ ഇപ്പുറത്തേക്ക് എത്തിക്കണ്ട. ഈ ചെടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്, ഇതൊക്കെ അവർ പിന്നീടായപ്പോഴേക്കും അതായത് പാർക്കൊക്കെ സെറ്റാക്കി വന്നു കഴിഞ്ഞപ്പോൾ വെച്ച് പിടിപ്പിച്ചാട്ടോ. ഇതൊക്കെ പണ്ടൊക്കെ ആകെ നശിച്ചടക്ക ചെയ്തേ, പിന്നെ ഇപ്പോൾ അത് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അത് ശരിക്കും ഒരു ടൂറിസം മേഖല പോലെ സെറ്റപ്പായിട്ട് അതവിടെ വെച്ചു കേട്ടോ അവർ. അപ്പോൾ അതേ കണ്ടോ ഡാമിൻ്റെ ഇവിടുത്തെ വ്യൂ ഉണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്ക്. ആകെ ഇവിടെയൊക്കെ കാട് പിടിച്ചു കേട്ടോ, വെള്ളം ഒഴുകിയൊന്നും ഞാൻ ഇവിടെ തൊടും അതുപോലെയാണ്. ഇപ്പം ഞാൻ നിൽക്കണോടത്ത് വരെ വെള്ളം വരും. അപ്പോൾ അതേ ഇങ്ങനെ നടന്ന് ഞങ്ങളിതേ പാലത്തെ കൂടെ നടന്ന് കണ്ടോ, ഇപ്പുറത്തൊക്കെ വെള്ളമായിരിക്കും കേട്ടോ, ഫുൾ വെള്ളമായിരിക്കും, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ എന്താ ചെയ്യുക, ഞാൻ വന്നപ്പോൾ ഷട്ടർ തുറന്നില്ല. ഞാൻ വരാണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഇവിടെ ഷട്ടർ തുറന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് മിസ്സായി. അപ്പോൾ അത് കാരണം ഞങ്ങളിങ്ങനെ പോയി കുറച്ച് ദൂരം അതിൽ കൂടെ നടന്നു. ഇവളാണെങ്കിൽ വെള്ളം കാണുന്ന വെള്ളത്തിലൊക്കെ കാലിട്ട് കിടക്കാൻ പോവുമായിരുന്നു കേട്ടോ. അയ്യോ എൻ്റെ അമ്മ മമ്മി പാട് കിട്ടും ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ. അപ്പോൾ അതേ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറാണ്ട് ഈ വഴിക്ക് കൂടെ മുകളിലേക്ക് എത്താമെന്ന് ചോദിച്ചു കേട്ടോ. കുറേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയെ കാല് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു ബമ്പർ പോലെ ആയിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി മമ്മിക്ക് വയ്യാണ്ടായി, എനിക്ക് വയ്യാണ്ടായി. അവൾക്ക് എന്ത് വയ്യായിക, അവൾക്ക് പിന്നെ അങ്ങനെ സംഭവമേ ഇല്ല. അവളെ പിന്നെ നമ്മൾ എടുക്കുകയാണല്ലോ. പിന്നെ അത് കാരണം പിന്നെ കുറച്ച് ദൂരം അവളിങ്ങനെ നടക്കാൻ വാശി പിടിക്കുമ്പോൾ അവളെങ്ങനെ നടത്തുമെന്നല്ലാണ്ട് അധികം ദൂരം അവളെ നടത്തണില്ലല്ലോ. അപ്പോൾ അതേ അവളെ കുറച്ച് നേരം അങ്ങനെ നടത്തി സ്റ്റെപ്പ് കയറ്റി. അപ്പോൾ അതേ ഡാമിൻ്റെ കണ്ടോ, ഇവിടുത്തെ ഉള്ള വ്യൂ കണ്ടോ, അതേ താഴെയൊക്കെ നടന്ന് കയറി വരാണ്ട് കേട്ടോ. ഞങ്ങളങ്ങോട്ട് പോയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അതിൽ കൂടെ കയറി വന്നില്ല. ഇനി സ്റ്റെപ്പ് കുറേ കയറേണ്ടി വരും അത് കാരണം. അപ്പോൾ അതേ പിന്നെയും ഞങ്ങൾ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മഴ നിൽക്കാണ്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവളാണെങ്കിൽ പിടിച്ചാൽ കിട്ടണില്ല, മമ്മി അങ്ങോട്ടോടുന്നു ഇങ്ങോട്ട് ഇവളെ സമ്മതിക്കണില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ താഴോട്ട് പോയാലോ. അപ്പോൾ പിന്നെ ഞാൻ അവളെ പറഞ്ഞു വിട്ടു, മുകളിലേക്ക് കയറി പൊക്കോളാൻ പറഞ്ഞു മമ്മിയോട്. ദേ ഇവിടെ നോക്ക് കഴിച്ചു എന്ത് ഭംഗിയാ നോക്ക്, മഴ പെയ്തപ്പോൾ ആകെ കോടയൊക്കെ പൊന്തി കണ്ട മഞ്ഞൊക്കെ പോണേ. അപ്പോൾ ദേ ഡാമിൻ്റെ ഇവിടുത്തെ കാഴ്ച കണ്ട, ഗോപുരം കണ്ട. ഞാൻ ഏറ്റവും ആദ്യം മൂളിപ്പോയി നിന്നില്ല, ആ ഗോപുരം കണ്ടിട്ട് അവിടെ നിന്ന് കാണാൻ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ദേ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഡാം തുറന്നപ്പോൾ ഞാൻ ഈ കൈവരിയുടെ അവിടെ കേട്ടോ നിന്നിരുന്നത് എൻ്റെ പപ്പയുടെ കൂടെ. കാരണം എൻ്റെ കൈ എത്തണോടത്തേക്ക് വെള്ളം വീഴുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റു. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരെ. ഇവളുടെ പ്രായത്തിൽ ഇതിൻ്റെ മുകളിലുള്ള പ്രായത്തിലൊക്കെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ വേണം ഇടയ്ക്ക് വന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നേരം കുറേ ആയി, അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് പീശുമാമനോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ടോ കേട്ടോ ഞങ്ങൾ പോരണേ. സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി പോരുന്നുണ്ട് കേട്ടോ. ബസ് കുറച്ച് സ്പീഡിലാണ് പോണത്, കാരണം അവിടെ കുറേ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ കാറ്റ് ആദ്യം വീശില്ല, അതിന് ഇവിടെയൊക്കെ പോസ്റ്റുകൾ മറിഞ്ഞു നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം വേഗം എങ്ങനെയെങ്കിലുമൊക്കെ എത്താൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഇത് മൊത്തം ഫോറസ്റ്റുകാരെ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം